ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വെള്ളത്തിൽ നിന്നും കരയ്ക്ക് പിടിച്ചിട്ട മീനിന്റെ അവസ്ഥയാണ് UDF കോൺഗ്രസ് നേതാക്കൾ അനുഭവിക്കുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ കഴിഞ്ഞ 9 വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ അസഹിഷ്ണുരായ ഇവർ വികസന പ്രവർത്തനങ്ങളെ ആകെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2015 വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിക്കുന്നത് 2 പഞ്ചായത്തുകളാണ്. ഗ്രാമപഞ്ചായത്തുകളായ മുണ്ടത്തിക്കൂടും വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തുകൾ യോജിപ്പിച്ചുകൊണ്ടുള്ള നഗരസഭ രൂപീകരിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനവും ഇവിടെ നിലവിലിരുന്നില്ല. അന്നത്തെ UDFന്റെ മന്ത്രി ശ്രീ CN ബാലകൃഷ്ണന്റെ കാലഘട്ടത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രഖ്യാപനം വന്നത്. ആ പ്രഖ്യാപനം വന്നത് വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചത് 2 മേഖലയ്ക്കകത്തും 2 ഗ്രാമപഞ്ചായത്തിലും കോൺഗ്രസ് ആണെന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വികസന പ്രവർത്തനങ്ങളെ ആകെ എതിർക്കുന്ന നിലപാടാണ് UDF കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നത്. നഗരസഭ രൂപീകൃതമായി 9 വർഷം പൂർത്തിയാകുമ്പോൾ കുടിവെള്ളം, റോഡ്, മാലിന്യ സംസ്കരണം തുടങ്ങി സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ നേതൃത്വം കൊടുത്തത്. 1500ഓളം വീടുകൾ ഇതിനകം നഗരസഭ വിതരണം ചെയ്തു. 98% റോഡുകളും ഗതാഗത യോഗ്യമാക്കി. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടെ പാവപ്പെട്ട ആളുകളുടെ പൈസ വാങ്ങി അഴിമതി മാത്രം മുഖമുദ്രയാക്കിയ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് നഗരസഭാ ഭരണസമിതിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അകത്തുള്ള ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭാ ഭരണസമിതി നടപ്പാക്കുന്നതെന്നും PN സുരേന്ദ്രൻ പറഞ്ഞു. ജനങ്ങളുടെ വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിലേറുമെന്ന നല്ല ഉറപ്പ് പ്രതിപക്ഷത്തിനുണ്ട്. അതിനാലാണ് വികസന പ്രവർത്തനങ്ങളെ ആകെ തടസ്സപ്പെടുത്തുന്ന നിലപാട് അവർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ആകെ അതൃപ്തരാകുകയാണ്. ആകെ അധികാരമില്ലാത്തതിന്റെ ഭാഗമായിട്ടുള്ള അധികാരഭ്രമം എന്നൊക്കെ തന്നെ പറയാവുന്ന രീതിയിൽ അധികാരം ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടുള്ള വെള്ളത്തിലുള്ള മത്സ്യത്തെ പുറകെ അല്ലെങ്കിൽ പുറത്ത് പിടിച്ചിട്ടുണ്ടാവുന്ന ഒരു കടച്ചിലുണ്ടല്ലോ, ആയിട്ടുള്ള വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും UDFന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാര് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും അതെങ്ങനെ തടസ്സപ്പെടുത്താം, അതെങ്ങനെ നിർത്തലാക്കാം. ഇപ്പൊ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ കേരളത്തിന്റെ തന്നെ അംഗീകാരം ലഭിക്കുകയാണ്. സ്വരാജ് ട്രോഫി 2 തവണകളായി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ലഭിക്കുകയാണ്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ഘട്ടങ്ങളിലായി വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ് 1ാം സ്ഥാനം. ഇതിന്റെ ഒക്കെ തന്നെ ഭാഗമായി അസ്വസ്ഥരാകുകയാണ്. അപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും കൗൺസിൽ യോഗങ്ങളിലൊക്കെ തന്നെ വല്ലാതെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട്, വല്ലാതെ വിഷമം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി നല്ലതുപോലെ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ പരാതികളും ഇല്ലാത്ത രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നല്ല പ്രവർത്തനം വടക്കാഞ്ചേരി നഗരസഭയിൽ ഇനിയും സംഘടിപ്പിക്കും. ഇനിയും അടുത്ത ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ അംഗീകാരം ലഭിക്കും എന്നുള്ള പരിപൂർണമായിട്ട് വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. VCB ന്യൂസ് വടക്കാഞ്ചേരി.